ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 17 ബൈബിൾ ക്വിസ്. എഫ്രയീം പർവ്വതങ്ങളിൽ നിന്നുള്ള പുരുഷന്റെ പേരെന്താണ്? മീഖാവ്. തന്റെ അമ്മയ്ക്ക് കളവുപോയ എത്ര വെള്ളിപ്പണത്തെക്കുറിച്ചാണ് മീഖാവ് അമ്മയോട് സംസാരിക്കുന്നത്? 1100 വെള്ളിപ്പണം. തന്റെ 1100 വെള്ളിപ്പണം കളവ് പോയപ്പോൾ നീ ഞാൻ കേൾക്കെ എന്ത് ചെയ്തു എന്നാണ് മീഖാവ് അമ്മയോട് പറയുന്നത്. ഒരു ശപഥം ചെയ്തു. തന്റെ 1100 വെള്ളിപ്പണം കളവ് പോയപ്പോൾ മീഖാവിന്റെ അമ്മ ആരെ കേൾക്കെയാണ് ശപഥം ചെയ്തത്? മീഖാവ് കേൾക്കെ. മീഖാവിന്റെ അമ്മ ചെയ്ത ശപഥം കേട്ടപ്പോൾ മീഖാവ് ചെയ്തതെന്ത്? 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു. 1100 വെള്ളിപ്പണം എടുത്തതായി മീഖാവ് ആരോടാണ് സമ്മതിച്ചത്? തന്റെ അമ്മയോട്. "1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു അത് എടുത്തത്" എന്ന് മീഖാവ് പറഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞതെന്ത്? "എന്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ" എന്ന് അവന്റെ അമ്മ പറഞ്ഞു. മീഖാവ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ എന്തു പറഞ്ഞു? കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകനു വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. മീഖാവ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ എത്ര വെള്ളിപ്പണം എടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു? 200 വെള്ളിപ്പണം. മീഖാവിന്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്ത് അതുകൊണ്ട് എന്താണ് ഉണ്ടാക്കിച്ചത്? കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. വെള്ളിപ്പണം കൊണ്ട് ഉണ്ടാക്കിച്ച കൊത്തുപണിയും വാർപ്പുപണിയുമായ വിഗ്രഹം എവിടെ സ്ഥാപിച്ചു? മീഖാവിന്റെ വീട്ടിൽ. വെള്ളിപ്പണം കൊണ്ട് ഉണ്ടാക്കിച്ച കൊത്തുപണിയും വാർപ്പുപണിയുമായ വിഗ്രഹം കൂടാതെ മീഖാവിന് മറ്റെന്താണ് ഉണ്ടായിരുന്നത്? ഒരു ദേവമന്ദിരം. മീഖ തന്റെ പുരോഹിതനാകാൻ ആരെയാണ് കരപൂരണം കഴിച്ചത്? തന്റെ പുത്രന്മാരിൽ ഒരുത്തനെ. തന്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം ചെയ്യാൻ മീഖാവ് എന്തെല്ലാം ഉണ്ടാക്കിച്ചു? അവനൊരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ചു. അക്കാലത്ത് ഇസ്രയേലിലെ പൊതു അവസ്ഥ എന്തായിരുന്നു? അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ലേവ്യനായ യുവാവ് ഏത് പട്ടണത്തിൽ നിന്നാണ് വന്നത്? യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന്. ലേവ്യനായ യുവാവ് ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു?
യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉള്ളവനായിരുന്നു. ലേവ്യനായ യുവാവ് യഹൂദയിലെ ബെത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ടത് എന്തുകൊണ്ട്? തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി. ലേവ്യനായ യുവാവ് യഹൂദയിലെ ബെത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തന്റെ പ്രയാണത്തിൽ എവിടെ എത്തി? എഫ്രൈം മലനാട്ടിൽ മീഖാവിന്റെ വീട് വരെ എത്തി. തന്റെ വീട്ടിലെത്തിയ ലേവ്യനായ യുവാവിനോട് മീഖാവ് എന്ത് ചോദ്യം ചോദിച്ചു? നീ എവിടെ നിന്നു വരുന്നു എന്ന് ചോദിച്ചു. നീ എവിടെ നിന്നു വരുന്നു എന്ന് മീഖാവ് ചോദിച്ചതിന് ലേവ്യൻ എന്തുത്തരം പറഞ്ഞു? യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു, തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ലേവ്യനായ യുവാവിന്റെ ഉത്തരം കേട്ടപ്പോൾ മീഖാവ് അവനോട് എന്താണ് ആവശ്യപ്പെട്ടത്? നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്ക. തന്റെ പുരോഹിതനാകുന്നതിന് മീഖാവ് ലേവ്യന് ആണ്ടിൽ എന്ത് പ്രതിഫലം വാഗ്ദാനം ചെയ്തു? 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു. പുരോഹിതനാകാനുള്ള മീഖാവിന്റെ വാഗ്ദാനത്തോട് ലേവ്യൻ എങ്ങനെ പ്രതികരിച്ചു? ലേവ്യൻ അകത്ത് ചെന്നു. അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ലേവ്യനായ യുവാവ് മീഖാവിന് എങ്ങനെയായിത്തീർന്നു? ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. മീഖാവ് ആരെ പുരോഹിതനായി കരപൂരണം കഴിപ്പിച്ചു? ലേവ്യനെ കരപൂരണം കഴിപ്പിച്ചു. ലേവ്യൻ എവിടെ പാർത്തു? മീഖാവിന്റെ വീട്ടിൽ. ഒരു ലേവ്യൻ പുരോഹിതനായതിനാൽ തനിക്ക് എന്ത് തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു. യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.